നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഘടകം എന്നുള്ള രീതിയിൽ, സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ആണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ യൂട്യൂബിൽ അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഗുരുക്കളെ കാണാറുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ദീക്ഷ നമ്മൾ വാങ്ങാറുണ്ട്. അത് കഴിഞ്ഞ് പല പല പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ദിനം പ്രതി പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായി വരുമ്പോൾ പല പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ദീക്ഷ കൊടുത്ത ഗുരുവിൻ്റെ കഴിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ ദീക്ഷ എടുത്ത നിങ്ങളായതുകൊണ്ടോ അല്ല. 90% ഗുരുക്കൾ നല്ല രീതിയിൽ തന്നെ ദീക്ഷ കൊടുക്കും. പക്ഷെ ചില ഗുരുക്കൾ നല്ല രീതിയിൽ ആ വിദ്യാർത്ഥിയെ, അതായത് ശിക്ഷകനെ, നല്ല രീതിയിൽ ആ മൂർത്തിയെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഫുൾ കവർ ചെയ്തതിന് ശേഷമാണ് ശക്തിപാദം, അതായത് ദീക്ഷ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ ഒരു 50% ഗുരുക്കന്മാരെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം ക്ഷമയില്ല. വിദ്യാർത്ഥിക്ക് ക്ഷമയില്ല, പെട്ടെന്ന് വേണം മന്ത്രം. അപ്പോൾ ശാന്തമൂർത്തികൾക്ക് പെട്ടെന്ന് നമുക്ക് ദീക്ഷ കൊടുക്കാം. പക്ഷേ ഉഗ്രമൂർത്തികൾക്ക്, താന്ത്രിക മൂർത്തികൾ എന്ന് പറയും, വരാഹി, പൃത്തിങ്കിര എന്നൊക്കെ പറയുമ്പോൾ അത് താന്ത്രിക മൂർത്തികളാണ്. ചിന്നമസ്ത, ഭൈരവ, ഉഗ്രഭൈരവ സ്വാമികൾ, അതേപോലെ ദക്ഷിണാകാളി, ഇതൊക്കെ താന്ത്രിക മൂർത്തികളാണ്. അപ്പോൾ ഈ മൂർത്തികളുടെ മന്ത്രദീക്ഷ, ഉപചാരങ്ങൾ, ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഒരു ദീക്ഷ എന്ന് പറയുമ്പോൾ. താന്ത്രിക ദേവതകളെ ഉപാസിക്കുമ്പോൾ ആ ഉപാസനാ വിധികളൊക്കെ പഠിച്ചതിന് ശേഷമേ മന്ത്രദീക്ഷ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതായത് ദീക്ഷ ആരാണോ സ്വീകരിച്ചത് ആ വ്യക്തിക്ക് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ സാധാരണ നമ്മൾ മന്ത്രദീക്ഷ വാങ്ങുന്നു എങ്കിൽ ആ ദീക്ഷ ഏത് നിമിഷമാണോ ആ നിമിഷം തൊട്ട് അവനൊരു ഉപാസകനായി, ബ്രാഹ്മണനായി എന്നുള്ളതാണ്. പൂണൂലിട്ടവനെ അല്ല ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം, അത് ഏത് വേദങ്ങളിലെ ജ്ഞാനമാണേലും അത് ബ്രഹ്മജ്ഞാനം ആകുന്നു. അപ്പോൾ ആ ജ്ഞാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ, ദീക്ഷയായിട്ട് സ്വീകരിക്കുമ്പോൾ, ബ്രഹ്മജ്ഞാനം അനന്തമാണ്. ഒരു മന്ത്രത്തിലൊന്നും ഒതുങ്ങുന്നതല്ല ബ്രഹ്മജ്ഞാനം, അനന്തമാണ്. ഓരോ മൂർത്തികളുടെ ജ്ഞാനവും അതിൻ്റെ പൂജാവിധികൾ, താന്ത്രിക വിധികൾ ഒക്കെയാണ് ബ്രഹ്മജ്ഞാനം എന്ന്, വേദജ്ഞാനം. അപ്പോൾ നമ്മൾ ആ ദീക്ഷ സ്വീകരിക്കുന്ന നിമിഷം തൊട്ട് ബ്രഹ്മചാരിയായി. ആ ബ്രഹ്മചാരികൾക്ക് ഒരു നിയമമുണ്ട്, അത് നമ്മളാരും അനുസരിക്കാറില്ല. ഒന്ന്, നമ്മൾ പബ്ലിക്കായിട്ട് ഇൻവിറ്റേഷൻ വരും, കല്യാണത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചടങ്ങിൽ നമ്മൾക്ക് ഇൻവിറ്റേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. അതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഏതൊരു വ്യക്തിയാണോ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നത് അവൻ ബ്രഹ്മചാരിയായി. അവൻ പുറത്തുള്ള
ഇതുപോലത്തെ കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങിലോ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളതല്ല. കാരണം എന്തെന്നാൽ ഈ ഭക്ഷണം പാചകം ചെയ്യുന്നവർ ഓരോ രീതിയിലാണ്, ഓരോ മനസ്സോടെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ മൂർത്തി അതൊരു നൈവേദ്യമാണ്. പക്ഷെ അവിടെ അശുദ്ധി വന്നു. ഒരു ഉപാസകൻ മന്ത്രദീക്ഷ എടുക്കുന്ന നിമിഷം തൊട്ട് ആ വ്യക്തിയിൽ ആ മൂർത്തി വസിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. സങ്കല്പമല്ല, അതാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വിപരീത ഫലം ഉണ്ടാകും. രണ്ടാമത്, ഈ പറയുന്ന വീടുകളിലോ ഏതെങ്കിലും സ്ഥലങ്ങളിലോ, അതായത് 14-ാം അടിയന്തരം 13-ാം അടിയന്തരമൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ മരണാന്തരക്രിയകളിൽ പോയി പങ്കെടുത്താലോ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന കുഴപ്പമില്ല, അവിടുത്തെ തരുന്ന ഭക്ഷണം കഴിക്കരുത്. കാരണം പിതൃക്കൾ വേറെ, ദേവതകൾ വേറെ. ദേവതകൾ ഉച്ചത്തിലാണ്, പക്ഷെ പിതൃക്കൾ അതിൻ്റെ തലതായ താഴെയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചില നിയമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മന്ത്രദീക്ഷ എടുക്കാൻ പാടുള്ളൂ. അഥവാ മന്ത്രദീക്ഷ എടുത്താൽ നമുക്ക് ഗുരുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഇതാണ്. പിന്നെ സാധുക്കളുടെ അടുത്ത് ആശ്രമങ്ങളിൽ പോവുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, അതും നിഷിദ്ധമാണ്. അഥവാ അവിടെ കഴിക്കാം, പക്ഷേ ആ സാധുവിനെ സേവിക്കണം, അല്ലെങ്കിൽ തനതായ ദക്ഷിണ അവിടെ കൊടുക്കണം. അതാണ് നിയമം. സാധുക്കളുടെ സത്രങ്ങളിൽ ആശ്രമങ്ങളിലൊക്കെ പോകാം, ഭക്ഷണം കഴിക്കാം, അവിടെ കുഴപ്പമില്ല. പക്ഷേ അവിടെ തനതായ സേവ ചെയ്യണം. ആ സാധുവിനോട് ചോദിക്കണം, എനിക്കിവിടെ എന്തെങ്കിലും സേവ ചെയ്യാൻ താല്പര്യമുണ്ട്, അത് ചെയ്തോട്ടെ. അപ്പോൾ ആ സാധു എന്തു പറയുന്നോ അത് ചെയ്യുക. അല്ലെങ്കിൽ ദക്ഷിണ, യഥോചിത ദക്ഷിണ അവിടെ കാൽക്കൽ വയ്ക്കുക. അപ്പോൾ ഒരു ദീക്ഷ നമ്മൾ, ഒരു ദേവതയുടെ മന്ത്രദീക്ഷ നമ്മൾ സ്വീകരിച്ചാൽ നാം പല പല നിയമങ്ങളും പാലിച്ചിരിക്കണം. ഇപ്പോൾ വിഷ്ണുമായയുടെ, ഭദ്രകാളിയുടെയൊക്കെ നമ്മൾ മന്ത്രദീക്ഷ വാങ്ങുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 2 ആഴ്ച അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നു. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നെഗറ്റീവ് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. മെയിൻ കാരണം ഞാൻ ഈ പറയുന്ന കാര്യമാണ്. നമ്മൾ മന്ത്രദീക്ഷ എടുത്തോ ആ മൂർത്തി നമ്മളിൽ വസിക്കുന്നു. ആ മൂർത്തി നമ്മൾ വസിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ നമ്മൾ അനുശാസിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ മന്ത്രദീക്ഷ എടുക്കരുത്. ഇതാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ വരാൻ കാരണം, വേറൊന്നുമല്ല. നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത് തന്നെ, ഇപ്പോൾ മന്ത്രദീക്ഷ നമ്മൾ എടുത്താൽ നമ്മൾ പിന്നെയുള്ള ദിവസങ്ങൾ ജീവിക്കുമ്പോൾ ദേവത നമ്മളിലുണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. അപ്പോൾ പിന്നെ നമുക്കൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗുരുവിനെ നിന്ദിച്ചിട്ടോ അല്ലെങ്കിൽ ഗുരുവിനെ പഴിചാരിയിട്ടോ കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കടമയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. シェーバー നർമ്മദേ ナマシェーバー 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 ナマシェーバ